ഹലോ ഗൈസ്, പുതിയ വീഡിയോയ്ക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പെസ് കളിക്കണതാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു പെസ്സിൻ്റെ. ഇതിപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുകയാണ്. എനിക്ക് OVR ഒക്കെ കൂടി ഞാൻ പുതിയ പ്ലേയേഴ്സിനൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അക്കൗണ്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചാനൽ കാണാൻ ഒരു സബ്സ്ക്രൈബും ലൈക്കും ഷെയറും തൊട്ടടുക്കുള്ള ബെല്ലൈക്കണും നിൽക്കുക. അപ്പോൾ ഇനി നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലോഗിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യമാൽ വേഴ്സസ് മെസ്സി 1995 മെസ്സിയാണ് തോന്നുന്നു. പിന്നെ 2025 യമാൽ. അപ്പോൾ ഗൈസ് ഞാൻ കാണിച്ചു തരാൻ. അയ്യോ ഗൈസ്, ഫസ്റ്റ് നമുക്കൊരു നോക്കട്ടെ. ഇതെന്താ കൊണ്ടിട്ട് പറ്റുന്നത്? നമുക്ക് ഫ്രീ സ്പിന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. റൊണാൾഡീനിയോ ബെക്കാം ഒക്കെ ഉള്ളതാണ്. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ കിട്ടുമെന്നറിയില്ല. എന്തായാലും നമുക്ക് വെറുതെ ചെയ്തൊക്കെ കിട്ടിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്രീയിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം അടിക്കുമെന്ന്. ഗൈസ് ചമ്മി അടിച്ചില്ല. ഗൈസ് നമ്മുടെ അടിച്ചില്ല. പക്ഷേ നമുക്ക് അടുത്ത വട്ടം നോക്കാം. നമുക്ക് അടിച്ചില്ല ഗൈസ്. ഫ്രീ സ്പിന്നിൽ അങ്ങനെ വേഗം അടിക്കില്ല ഗൈസ്, അതാണ്. നമുക്ക് ഗൈസ് ആദ്യം ഇത് കാണിച്ചതാണ്. ഇത് മാറ്റണം ഗൈസ്. ഹക്കീമിനെ ആരാ മാറ്റിയത്? ഹക്കീമി ഗോൾ കീപ്പർ. അതുമതി. ജമാലിനെ ഓർക്കാം. ഫൗണ്ടൻ മാറ്റം. ഗൈസ് നമുക്ക് കളി തുടങ്ങാം. നമ്മൾ ടീം ഏതാണെന്നറിയോ ഗൈസ്? നമ്മൾ ബ്രസീൽ NJR എന്നാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടീമിൻ്റെ പേര്. ഓർക്ക് സ്ട്രെങ്ത്ത് 2700 ഒക്കെ ഉള്ളൂ. സ്ട്രെങ്ത്തിലല്ലല്ലോ കാര്യം, കളിയിലല്ലേ. ഇത് നോക്കട്ടെ. 95+ അല്ലാത്ത. നെയ്മർക്ക് പേർക്ക് കൂട്ടിക്കൂടെ ഗൈസ്? നെയ്മറിനൊക്കെ കൂട്ടിയ OVR പടം എന്ന് പറഞ്ഞു കൂടും. ലെവലപ്പ് ചെയ്താൽ പോലെ, ഇവർക്ക് ചെയ്യണമില്ല ഗൈസ്. നമ്മൾ വിചാരിച്ചു ആദ്യം ഉപയോഗിക്കുന്നു, പിന്നീട് മനസ്സിലായി നെയ്മറൊക്കെ ഉണ്ടെന്ന്. എന്തായാലും അതിൽ നെയ്മർ സീനാണ്. പീറ്റർ ചെയിനാണ് അവിടുത്തെ ഗോളി കീപ്പർ. എന്തായാലും നമുക്ക് കളി തുടങ്ങാം. ഒരു പ്ലെയർ അയക്കും, കാരണം ഒരാദ്യം തന്നെ ടച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഇതെന്താ ഗൈസ്? ചമ്മി നിങ്ങൾ കണ്ടില്ല? ഞാൻ ഷൂട്ട് നെക്കിയിട്ട് വരുന്നില്ല. ഇതെന്താ ഷൂട്ട് നെക്കിയിട്ട് വരുന്നില്ല? ഞാൻ കുറേ നെക്കി ഗൈസ്, എന്നിട്ട് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഷൂട്ട് അടിക്കാൻ നോക്കണം, കിട്ടുന്നില്ല. നേരത്തെ മോനെ ആ വരേൻ്റെ കൂടെ പോയേക്കുന്നത് അടിക്കാനും പറ്റണില്ല. ഇത് എന്തോ കുഴപ്പമില്ല ഗൈസ്. റേഞ്ച് വരാൻ തോന്നുന്നു. റേഞ്ച് ഇല്ലാത്തപ്പോൾ അങ്ങനെ വരും. സോൻ്റെ എന്നാലും അത് കളഞ്ഞില്ല ഗൈസ്. നല്ല ചാൻസ് അതിന് ഗോൾ അടിച്ചാൽ പറ്റും. ഇനിയിപ്പോൾ ഓല് ജയിച്ചിട്ട് എന്നാൽ റേഞ്ച് അല്ല ഗൈസ്. നിങ്ങൾക്ക് ലാഗാണോ വന്നില്ലേ? ഇതാണ് ഗൈസ് എനിക്ക് ചടപ്പ്. ലാഗാണ് മാറണേ തന്നെ. യോ യോ യമാല്
കാലിൽ 100 വയസ്സ് മുറിയ കിട്ടി. നെയ്മർ ഇട്ട് പാസ് ഉണ്ട്. കുറച്ച് കൂടിപ്പോയി. നമുക്ക് നേരെ ക്ലിയർ ആക്കി കൊടുക്കണം. ഗൈസ് റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു. എന്തോ ലാഗ് വന്നിട്ട്. നേരത്തെ ഇങ്ങനെ വന്നിട്ടാണ് ഇതായത്. സോഡയിൽ ആള് നോക്കി കളിക്കണം. ഇത് മറ്റേ പ്ലെയർ അല്ലേ അർജന്റീനത്തെ? അടിച്ചത് മേളിൽ കൂടെ. യമാൽ ത്രൂ പാസ് എടുത്തു. അവർക്ക് ഗോൾ അടിക്കാൻ പറ്റിയ നല്ല ചാൻസ് ആയിരുന്നു. പുറത്ത് പോയി. ഹക്കീമി ഔട്ട് സൈഡ്. ഇതടിക്കും. കുറേ നോക്കിയിട്ടാണ് കേസ് ഒന്നെങ്കിലും അടിഞ്ഞ് ഔട്ട് സൈഡാണ് കേസ്. സോന് കുനിഞ്ഞത്തെ ഹെഡെടുത്തേക്ക്. അടിച്ചടി കുട്ടി കയറി പറഞ്ഞവളെ കണക്കില്ല തീർക്കാതെ പടപെട്ടി തീർക്കാതെ. എന്താണ് ചെങ്ങായിപ്പം മലബാറിൽ റബ്ബുള്ള ചെങ്ങായിൻ്റെ തറവാട്ടിൽ കൊണ്ടിട്ട് നടന്നാകെ ദുനിയാവിൽ ലാഗ്. പാളി കണ്ട പാളി കണ്ടിട്ട് നടന്നാകെ ദുനിയാവിൽ. എനിക്ക് ഈ പാട്ടറിയാൻ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കോർണർ ഇതാണ് തോന്നുന്നു. ഇത് നമുക്ക് നേരത്തെ കണ്ടപ്പോൾ എംബൈൻ്റെ പ്ലേയേഴ്സാണല്ലോ. ഒരാൾ ഓടുന്നു നോക്കും. പിന്നെ പോകാം. ചെറിയവൻ ഇടുന്നു. പക്ഷെ ഇപ്പം ഇട്ടില്ല, എന്താ അറിയില്ല. അല്ലെ ഇടുന്നു. ഗൈസ് ഹാഫ് ടൈം. ഇനി നമ്മൾ ഗോളടിക്കും. അത് ഉറപ്പാണ്. ഗൈസ് ഹക്കീമിക്ക് ഒരു ത്രൂ പാസ് ചെയ്യാൻ മാലിട്ട് കൊടുത്തു. ഹക്കീമി അയാളാ എന്തൊക്കെ കിട്ടിയ പന്ത് അങ്ങനെ. ഗോളടിച്ച ഭാഗ്യം നമ്മുടെ ഗോളി കീപ്പറുള്ളതാണ്. നല്ല ചാൻസ് കിട്ടി. എംബൈനാണ് ഗൈസ്. ഇവർക്ക് ലെവലപ്പ് ആക്കിക്കൂടെ? ഇനി അറിയാൻ വേണ്ടി ചോദിക്കുക. 90 പ്ലേയേഴ്സ് ആവും. സീം പ്ലേയേഴ്സ്. ഇവർക്ക് ഗവർന്നാല് കിട്ടിയത്. തേല കണക്കിന് കായ് വരും ചേല. പുറത്തേക്കാണ് ഗൈസ്. ഞാൻ പേടിച്ച് വരാം. നമ്മൾ പാസ് കൊടുത്തിട്ടുണ്ട്. ഇസ്കോ ഹക്കീമി ഉണ്ടോ? ഗൈസ് ഫസ്റ്റ് ടൈം ഇട്ട് കൊടുത്തതാണ്. ഇത് ഒരു മുമ്പിൽ കയറുന്ന എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഒരു പെരുങ്കളി കളിക്കാനുണ്ടല്ലോ ഇപ്പോൾ.
ഐഷ് ഭാഗ്യമേ ഞാൻ വിചാരിച്ചു കളഞ്ഞു. ഇത് ഞാൻ ക്രോസ് കൊടുക്കാൻ വേണ്ടി യമാൽക്ക് കൊടുക്കാൻ വേണ്ടി കൂടിപ്പോയി. ഓ എനിക്കിട്ടെടുക്കും ചറിയാ. ഇപ്പൊ കഴിച്ച് ത്രൂ പാസ് ഇട്ടെടുക്കും. എന്നിട്ട് അപ്പോൾ ഇടൂല, പിന്നെ ത്രൂ പാസ് ഇടാത്ത സമയത്ത് ഇടും. റൈസ് ഓ ഞാൻ ഷൂട്ടടി വാടാ. ഇതാണ് കേസ്, ഞാൻ കുറേ ഷൂട്ടടിച്ച് നോക്കണം, പറ്റണ്ടേ. ഗോൾ അടിച്ചു. പീറ്റർ ചെയിനാണിത്, പീറ്റർ ചെയിൻ. ഓ സെലിബ്രേഷൻ കണ്ടോ. യമാൽക്ക് പുതിയ നമ്പർ കിട്ടി, 10ാം നമ്പർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയില് ഗൈസ്. ഓ കണ്ടോ ഗൈസ്, യമാല് ഞാൻ ഇപ്പം അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റണ്ടേ. എന്നിട്ട് യമാല അവസാനം ഒന്ന് തട്ടിക്കൊടുത്തതല്ല. അപ്പം തന്നെ കൂടെ അതാണ് കലിമുറിയാണ് അവിടെ തട്ടി നേരം. ഓ വാടാ ഇപ്പൊ പോയനെ വന്നേ. പാടി ചേർന്ന് ഷൂട്ടടിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഞാൻ അടിച്ചില്ല. വേറെ അവിടെ മൂത്ത ആൾക്കാരാണ്. അതിൻ്റെ ഒപ്പം ഷൂട്ടടിച്ചാൻ പോയിട്ടാണ് പാടിയാലോ. ഓ ഇതൊക്കെ ഉണ്ടോ ഗൈസ്, ലാഗാണ്. എനിക്കിതാ ചടപ്പാണ്. ബർഡേയിൽ മെസ്സി ഇറങ്ങിയിട്ടുണ്ടോ ഗൈസ്? ആദ്യം മെസ്സി ഉണ്ടായിരുന്നില്ല. ഓ നെയ്മർ എടാ, നിങ്ങൾക്ക് ഫുട്ബോൾ പ്ലേയേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാന്ന് പറയാം. എനിക്ക് നെയ്മറിനാണ് ഇഷ്ടം. നിങ്ങൾക്ക് അതിലെ ഇഷ്ടം എന്ന് പറയാം, കമൻറ്റിൽ പറയുക ഗൈസ്. ഓടാടാടാ പീറ്റർ ചെയിൻ സോനല്ലേ ഹെഡുത്തി വേണ്ടേ. ഓ ആ ഹക്കീമിക്ക് ത്രൂ പാസ് എടുത്തതാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങോട്ട് പോയപ്പോഴേ ഓ അത് ലോങ്ങായി, പക്ഷെ അത് എടുക്കും അവർ. മണ്ടടാ ഇല്ലേ പോയോ. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ ജയിച്ചിട്ടുണ്ട് ഈ കളി. നമ്മുടെ കളിയാണിത്, നമ്മൾ ജയിച്ചു. നമ്മുടെ അക്കൗണ്ടിൻ്റെ പേര് അലമ്പൻ എന്നാണ്. നിങ്ങൾക്ക് വിചാരിക്കാൻ എന്തിനാ അലമ്പൻ എന്ന് വരട്ടെ. എൻ്റെ സ്കൂളിലെടുത്ത പേര് അലമ്പൻ എന്നാണ്. ഓ കലപ്പക്കം നിനക്കിന്ന് പതിവാണ്. അപ്പോൾ ഇതൊക്കെ എത്രയുള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഞാൻ പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരാം. അപ്പോൾ ടാറ്റാ ബൈ സീ യു. ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം കാണിച്ചു തരാം. എൻ്റെ ബ്രസീൽ ടീം ഇതിൽ എൻ്റെ സബ് കാണിച്ചു തന്നിട്ട് ഇതല്ല കേട്ടോ, ഇത് സബ് കാണിച്ചു തരാം. മൊത്തം കണ്ടിട്ടില്ലല്ലോ. ഇനി ഞാൻ മാറ്റാൻ പോകണം പ്ലേസിനെ. ജമാലിനെ മാറ്റി, എംബാപ്പയെ വെച്ചു, പിന്നെ ഫോണ്ടനെ ഇറക്കി. മൊത്തം ഫോർവേഡ് മൊത്തം 100 പ്ലേയേഴ്സ്. ഓ ഞങ്ങളിപ്പോഴത്തെ 1 2 3 4 5 ആൾക്കാർ എന്താണ് 100 പ്ലേയേഴ്സാണ്. നമുക്ക് കൂട്ടാട്ടോ ഡോമിനോറിന് നോക്കട്ടെ, പക്ഷെ പറ്റൂല ഇപ്പോൾ. ഇപ്പോഴൊന്നും പറ്റൂല കൂട്ടാൻ, പറ്റുമെന്ന്, പക്ഷെ ഇപ്പോൾ പറ്റുന്നില്ല, എന്താ അറിയില്ല. അത് പോയിട്ടുണ്ടാവും. നമുക്ക് ഗോളീൻ്റെ ഇത് നോക്കാം. ഇതൊക്കെ എന്താണ് ഡോമിനോറാണ്. പക്ഷേ ഡോർനാമോ
അങ്ങനെയാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. പക്ഷേ ഞാൻ വിളിക്കാൻ ഡോമിനോർ എന്നാണ് എനിക്ക്. അങ്ങനെ എൻ്റെ വിളിക്കുക ഡോൺ നെർമോ അങ്ങനെയുണ്ട്. ഇതാണ് ബ്രസീലത്തെ പ്ലെയർ. നമുക്ക് ചെയ്തോക്കാം. കണക്കൊക്കെ നിനക്കുന്ന പതിവാണ്. കണക്കൊക്കെ നിനക്കുന്ന പതിവാണ്. ഓ ഗൈസ്, എന്താണിത്? എന്തൊക്കെ കിട്ടി ഒന്നുകൂടി നോക്കാം. അയ്യേ, ക്യാൻസലിനൊക്കെ അറിയാതെ എന്തെങ്കിലും കിട്ടിയോ? എന്താണ് ഹിൽ ട്രേക്കോ? എന്താണ് ഗൈസ്, വേഗം ചെയ്യുമ്പോൾ മാറിപ്പോകും. ഓ സൂപ്പർ സബ്ബോ. ഒരു സ്പെഷ്യൽ കിട്ടണം, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ. കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ട്രെയിനിങ് ചെയ്യാൻ പറ്റുമോ? ട്രെയിനിങ് ചെയ്യാൻ പറ്റുമോ? അതിന് മുമ്പ് നമുക്ക് കുറേ കാര്യം നോക്കാം. എന്താ കേസ് ഇതിന് വിറ്റ പൈസ ഇട്ട് നോക്കും. നമുക്ക് അതിന് വെക്കണ്ട. ഈ സിബയിലൊക്കെ വെക്കണം. എംബൈൻ്റെ പ്ലേസിന് ഇതിനെങ്ങനെ വിൽക്കാൻ പറ്റും നിങ്ങൾക്കറിയില്ലേ? ഇത് വേണ്ട. നമുക്ക് ഇവരെ വിൽക്കണം. അതിനാണ് ഒരു കാര്യമൊക്കെ. നമുക്ക് പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരാം. നമുക്കിനി കുറേ പ്ലേസിന് വാങ്ങണം പൈസ ഇട്ടിട്ട്. എന്നാലേ നമ്മുടെ ഇതൊക്കെ കൂടുള്ളൂ. പിന്നെ എനിക്കിത് വാങ്ങണമെന്നുണ്ട്, മാനേജർ. എന്താണ് ലോങ് ബോൾ കൊടുത്തൊക്കെ. ഏജ് 53. ഇതെന്താ കുറഞ്ഞേ? എന്താ എല്ലാവർക്കും ഇത് കുറഞ്ഞേ? ഞാനെന്തോ ചെയ്തു മാറ്റാം. മതി. എന്തപ്പോ ചെയ്തേ? ചെയ്തപ്പോ ഒന്നുണ്ടാണ്. ഇനി നമുക്ക് 100ൻ്റെ ആക്കാം. അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും ഗൈസ്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇത് 20 പിന്നെ മടങ്ങി ബ്രസീലല്ല കോച്ചിനെടുത്തിട്ട് ഇട്ടണേൽത്ത്. ഇത് 90. നമുക്കിതൊന്നുമല്ല വേണ്ടേ. കോച്ചിന് ഏറ്റവും തന്നെ മതി. നിങ്ങളുടെ പ്ലേസ് നമുക്ക് ഇത് നോക്കാം. ഇതിൻ്റെ ബൈ സ്റ്റേറ്റ് ഏറ്റവും ഇഷ്ടമുള്ള കൺട്രി അങ്ങനെയല്ല കേട്ടോ. കൺട്രി അല്ല, ഏറ്റവും ഫുട്ബോൾ ഇഷ്ടമുള്ളതിൽ ബ്രസീലാണ് 1 നമ്പർ. ഇതെല്ലാത്തിൻ്റെ ഇതുണ്ട്. എന്തായാലും അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള എൻ്റെ ഇത്. ഇതെന്താ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ. ഇതൊക്കെയാണ് എൻ്റെ അക്കൗണ്ട്. എന്തായാലും പുതിയ വീഡിയോയ്ക്ക് ഞാൻ വീണ്ടും വരുന്നതാണ്. ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരാം.
ടാറ്റാ ബൈ ബൈ.